നമ്മുടെ രാജ്യത്തെ നടുക്കിയ ഒരു വിമാനാപകടം തന്നെയാണ്. രാജ്യത്തുണ്ടായിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ വിമാനാപകടങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇപ്പോൾ അഹമ്മദാബാദിൽ ഉണ്ടായിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 1:38 ലണ്ടനിലേക്ക് അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്നത്. ഏതാണ്ട് വിമാനം പറന്നുയർന്ന ഉടൻ തന്നെ ഒരു അടിയന്തരമായ ഒരു സന്ദേശം നൽകിയുണ്ടായി. അത് കൺട്രോൾ റൂമിൽ ലഭിക്കുകയും അതിൻ്റെ കാരണങ്ങൾ കൂടുതൽ തേടി വിമാനവുമായി ബന്ധപ്പെടാൻ അവർ നിരന്തരം ശ്രമിച്ചു എന്നാണ് അവർ പറയുന്നത്. എന്നാൽ ഒരു തരത്തിലുള്ള ഒരു ആശയവിനിമയവും പിന്നീട് നടന്നില്ല. ഏതാണ്ട് 5 മിനിറ്റിനുള്ളിൽ തന്നെ വിമാനം തകർന്നു വീഴുകയായിരുന്നു. അതായത് പെട്ടെന്നുണ്ടായ എന്തോ സംഭവിച്ചിരിക്കണം. വിമാനത്തിലുണ്ടായ പെട്ടെന്നുള്ള ഒരു തകരാറ് തന്നെയാണ്. ആ തകരാറ് വളരെ ഗുരുതരമാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് വളരെ പെട്ടെന്ന് തന്നെ വിമാനം ഏതാണ്ട് 625 അടിയിൽ നിന്ന് താഴേക്ക് പതിക്കുകയും ഒരു തീഗോളമായി മാറുകയും ചെയ്യുകയായിരുന്നു. ആ വിമാനം വന്ന് വീണത് തന്നെ അവിടുത്തെ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളുടെ ഒരു ഹോസ്റ്റലിന് മുകളിലേക്കാണ് വീണത്. അവരുടെ മെസ്സിന് മുകളിലാണ് വീണതെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. അവിടെ വിദ്യാർത്ഥികൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പരിക്കേറ്റിട്ടുണ്ടോ എന്ന കാര്യത്തിലും ഇനിയും ഒരു സ്ഥിരീകരണം ആവശ്യമായിട്ടുണ്ട്. ഏതായാലും 40 പേരാണ് ഇപ്പോൾ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുള്ളതെന്നാണ് അവിടെ നിന്നും ഉള്ള പ്രാദേശികമായ മാധ്യമങ്ങൾ നടക്കം നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതായത് വിമാനത്തിൽ 242 പേരാണ് ഉണ്ടായിരുന്നത്. അവരിൽ 110 പേരുടെ മരണം ഏതാണ്ട് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ച ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നേരത്തെ അഖില സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ പരിചയസമ്പന്നരായ 2 പൈലറ്റുമാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. വിമാനം നിയന്ത്രിച്ചിരുന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. അതിൽ ഒരു പൈലറ്റ് 8000 മണിക്കൂർ വിമാനം പറപ്പിച്ച പരിചയസമ്പന്നതയാണുള്ളത്. അത് വിമാനം പറപ്പിക്കുന്നതിൽ തന്നെ രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച പൈലറ്റുമാരിൽ ഒരാൾ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ഒരു 2 പൈലറ്റുമാർ പറപ്പിച്ച വിമാനമാണ് അപകടത്തിൽപ്പെട്ടതെന്നതാണ് ഏറ്റവും വേദനാജനകമായ ഒരു കാര്യം. മറ്റൊന്ന് ഡ്രീം ലൈൻ വിഭാഗത്തിൽപ്പെട്ട ബോയിങ് വിമാനമാണ് തകർന്നത്. ഏതാണ്ട് 14 വർഷങ്ങൾക്ക് മുമ്പാണ് ഇത്തരം വിമാനങ്ങൾ എയർ ഇന്ത്യക്ക് അടക്കം നൽകി തുടങ്ങിയത്. ഈ വിഭാഗത്തിൽപ്പെട്ട ഒരു വിമാനവും ഇതിനു മുമ്പ് തകർന്നിട്ടില്ല എന്നതാണ് അറിയാൻ കഴിയുന്നത്. അതായത് ഡ്രീം ലൈൻ വിഭാഗത്തിൽപ്പെട്ട ബോയിങ് വിമാനം തകരുന്നത് ഇത് ആദ്യമാണ്. കാരണം അത്രയേറെ സുരക്ഷിതത്വമുള്ള അത്രയേറെ സംവിധാനങ്ങളുള്ള വിമാനമാണ് ഇപ്പോൾ തകർന്നിരിക്കുന്നത്. അതും നമ്മളെ സംബന്ധിച്ചോളം വലിയ ഒരു ഞെട്ടൽ ഉളവാക്കുന്ന കാര്യമാണ്. എന്തായാലും വലിയൊരു വിമാന ദുരന്തം, ഒരു ആകാശ ദുരന്തം നമ്മുടെ രാജ്യത്ത് സംഭവിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതിൽ തന്നെ ഏതാണ്ട് 169ഓളം പേർ ഇന്ത്യക്കാരാണ്. അതിൽ മലയാളികൾ ഉണ്ട് എന്ന കാര്യവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. വിദേശ പൗരന്മാരടക്കം ഉള്ള ഒരു വലിയൊരു ആകാശ ദുരന്തത്തിന് തന്നെ നമ്മുടെ ആകാശം സാക്ഷ്യമായിരിക്കുന്നു. എന്തായാലും നേരത്തെ അഖില സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ രക്ഷാപ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ഊന്നുന്നത്. ഒപ്പം തന്നെ ഗുരുതരമായി പരിക്കേറ്റ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നവരെ അവരെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരിക, ഈ 2 കാര്യങ്ങൾക്കാണ് ഇപ്പോൾ നമ്മുടെ രാജ്യം പ്രാധാന്യം നൽകുന്നത്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് നടക്കുന്നത്. വിമാനാപകടം ഉണ്ടായത് 1:38 ശേഷമാണ്. പക്ഷേ 2-2.5 മണിക്കൂർ പിന്നിടുമ്പോൾ പോലും അവിടുത്തെ ആകാശത്തെ പുകയും പുകപടലങ്ങളും പോലും ശമിച്ചിട്ടില്ല എന്നത് തന്നെ ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രമാത്രമാണ് എന്ന് വ്യക്തമാക്കുന്ന ഒന്ന് തന്നെയാണ്.